ഉമ്മനാണ്. അപ്പോൾ ശ്രീമതി ബീന ഉമ്മൻ എറണാകുളം ഫോർട്ട് കൊച്ചി സെന്റ് ജോർജ് മാർത്തോമാ ഇടവക അംഗമാണ്. എന്നാലും എറണാകുളം സെന്ററിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ അറിയാവുന്നതാണെന്നാണ് ശ്രീമതി ബീന ഉമ്മൻ. എറണാകുളം സെന്റർ സേവികാ സംഘം കമ്മിറ്റി അംഗം, സെന്റർ സേവികാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് പങ്കെടുക്കുന്നു. നമ്മുടെ അഭിനന്ദ സ്റ്റെഫാനോസ് തിരുമേനിയുടെ സഹോദരന്റെ ഭാര്യ കൂടിയാണ്. ഇന്ന് കുടുംബമായിട്ട് നമ്മുടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. ശ്രീമതി ബീന ഉമ്മനെയും പ്രിയപ്പെട്ട അമ്മൻ സാറിനെയും മകനെയും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ശ്രീമതി ബീന ഉമ്മനെ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കായി വരുന്നത്. അതും ഈ വിശുദ്ധ വേദിയിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ ആദ്യ അനുഭവമാണ്. ഇതെൻ്റെ അമ്മ പള്ളിയാണ്, എൻ്റെ മദർ പാരിഷ്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ വീടുകളിലോട്ട് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇരുന്ന ആദ്യത്തെ ബെഞ്ചാണ്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഞാൻ ആ സൈഡ് സീറ്റിലും മധ്യഭാഗത്തുമായി എൻ്റെ ഇരിപ്പ്. അപ്പോഴൊക്കെയും ഞാൻ വളരെ ആരാധനയോടെയും വളരെ ഭക്തിയോടും കൂടി ഈ ദേവാലയത്തിലെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ ദേവാലയത്തിലെ മദ്ബഹ, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഭക്തിയാർന്ന ഓർമ്മകളാണ് ഇന്ന് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. എനിക്ക് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ അമ്മയുടെ കണ്ണീരാണ്. എൻ്റെ അമ്മ ഒഴുക്കിയ കണ്ണീരും വിശ്വാസ ജീവിതവും കണ്ടു വളർന്ന ഒരു മകളുടെ ഹൃദയ ശബ്ദമാണ് ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. എനിക്ക് അവസരം തന്ന സെന്റ് ജോർജ് മാർത്തോമാ ഇടവക വികാരി ബഹുമാനപ്പെട്ട ബിജു കെ ജോർജ് അച്ഛനോടും പ്രിയ കൊച്ചമ്മയോടുമുള്ള എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇനി വചനധ്യാനമാണ്. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് ഇന്ന് എവൻഗേലിയനായി വായിച്ച ഭാഗത്തുനിന്ന് തന്നെയാണ്. അതായത് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് 22-ാമത്തെ വാക്യമാണ്. കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് കുന്തോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, ഇന്നല്ല സമയത്തിനായി സ്തോത്രം. ഈ വേദഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് യേശു സോർ സീദോൻ പ്രദേശങ്ങളിലോട്ട് പോയെന്നാണ്. ഈ സോർ സീദോൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പുറജാതി പ്രദേശങ്ങളാണ്. യേശു തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് യഹൂദ പ്രദേശങ്ങൾ വിട്ട് പുറജാതി പ്രദേശങ്ങളിലോട്ട് പോകുന്ന സന്ദർഭങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. ഇവിടെ ഒരു സ്ത്രീ യേശുവിനെ തേടി വരുന്നുണ്ട്. ഓർക്കുക, യേശുവിന്റെ ഈ സോർ സീദോൻ യാത്ര എന്ന് പറയുന്നത് ഇതൊരു സാധാരണ യാത്രയല്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് യേശുവിന്റെ അതിരുകൾ തേടിയുള്ള യാത്രയാണ്. തന്റെ അതിരുകൾ തേടിയുള്ള യാത്രയിൽ യഹൂദന്റെ മത സാമൂഹ്യ സംസ്കാരങ്ങളെ എല്ലാം അവന്റെ എല്ലാ പരിധികളെയും അതിലംഘിച്ചാണ് ഈ യേശു അതിരുകൾ കടന്നു ചെയ്യുന്നത്. മാത്രമല്ല, സകലരെയും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ ആർദ്രമായ സ്നേഹം, ഇത് സ്നേഹത്തിന്റെ യാത്രയാണ്, അവന്റെ കരുണയുടെ യാത്രയാണ്. ഇവിടെ ഈ സ്ത്രീയും
തനിക്ക് നിയമവും ജാതിയും വെച്ചിട്ടുള്ള അതിർത്തികൾ ലംഘിച്ചാണ് ഇവളും വരുന്നത്. യേശു ദേശത്തിന്റെ അതിർത്തി വിടുമ്പോൾ ഈ സ്ത്രീ നിയമത്തിന്റെ അതിർത്തി ലംഘിക്കുകയാണ്. ഓർക്കുക, രണ്ട് അതിർത്തികൾ ലംഘിച്ചു വരുന്ന വ്യക്തികൾ. ഇവിടെ കരുണയും യേശുവിന്റെ കരുണയും സ്ത്രീയുടെ വിശ്വാസവും തമ്മിൽ ഒരു അത്ഭുത സംഗമം ഇവിടെ തുടങ്ങുകയാണ്. അതെ, നിനക്ക് ഇവിടെ വരെ മാത്രമെന്ന പരിധിയെ രണ്ടുപേരും ലംഘിക്കുകയാണ്. ഈ സ്ത്രീ വന്ന് യേശുവിനോട് പറയുന്നത് അവളുടെ മകളെ സൗഖ്യമാക്കണമെന്നാണ്. ആരാണ് ഈ സ്ത്രീ? ഇവൾക്ക് ബൈബിളിൽ പേരൊന്നുമില്ല. എന്നാൽ ഇവൾ താമസിക്കുന്ന പ്രദേശത്തോട് ചേർത്ത് ഇവിടെ കനാനി സ്ത്രീ എന്ന് വിളിക്കുന്നു. ഇവളൊരു യഹൂദ സ്ത്രീ അല്ല എന്ന് ഓർക്കണം. ഇവളൊരു പുറജാതിക്കാരിയാണ്. ഒരു പുറജാതിക്കാരി എന്ന നിലയിൽ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന്റെ ഭാഗമല്ല ഇവൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ആനുകൂല്യങ്ങൾക്കും പദവികൾക്കും ഒപ്പം അവകാശപ്പെടാൻ അർഹതയില്ല. ചുരുക്കി പറഞ്ഞ് ഈ കനാനി സ്ത്രീ ഒരു അന്യാണ്. ഇവൾ പ്രതീക്ഷ അറ്റങ്ങളുമാണ്. ഇവൾ യേശുവിന്റെ അടുക്കൽ വന്ന് നിലവിളിക്കുന്നത്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു എന്നാണ് അവരുടെ എനിക്കിഷ്ടപ്പെട്ട ഭാഗം ഇതായിരുന്നു. ഈ കർത്താവേ എന്ന വാക്കിന്റെ അർത്ഥം, ഈ കർത്താവേ, ദാവീദ് പുത്ര എന്ന വിളികൾ സാധാരണയായി ഈ യഹൂദന്മാർ കർത്താവിനോട് സംസാരിക്കുമ്പോൾ വിളിക്കുന്ന വിളികളാണ്. മാത്രമല്ല, ദാവീദ് ഇസ്രായേലിന്റെ മഹത്തായ രാജാവാണ്. അതുകൊണ്ടാണ് അവർ യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇതാ ഈ കനാനി സ്ത്രീയും യേശുവിനെ കർത്താവേ, ദാവീദ് പുത്ര എന്നാണ് വിളിച്ചത്. ഇവിടെ ഈ കർത്താവേ എന്ന വിളിയിൽ അവളുടെ വിനയവും അവളുടെ വിശ്വാസവും ഒപ്പം അവളുടെ സമർപ്പണവും ഒളിഞ്ഞിരിക്കുന്നു. ദാവീദ് പുത്ര എന്നാണ് അവൾ വിളിച്ചത്. ഇത് അവളുടെ ഒരു ഏറ്റുപറച്ചിലാണ്. യേശുവിനെ രാജാവായും മിശിഹായായും രക്ഷകനായും ഏറ്റുപറയുകയാണ്. എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൾ വിളിക്കുന്നത്. ഇതവളുടെ വെറും നിലവിളിയല്ല, യേശുവിൽ നിന്നുള്ള കരുണയ്ക്കായുള്ള യാചനയാണ്. ഒപ്പം ഇതവളുടെ വിശ്വാസ പ്രഖ്യാപനവുമാണ്. എന്താണ് അവൾ പ്രഖ്യാപിക്കുന്നത്? ഈ യേശു യഹൂദന്മാർ കാത്തിരിക്കുന്ന മിശിഹയാണെന്നും ഇവൻ രക്ഷകനാണെന്നും ഇവൻ അധികാരമുള്ളവനാകിയാൽ എന്റെ മകളുടെ രോഗസൗഖ്യം ഈ യേശുവിൽ ഭദ്രമാണെന്നുമാണ് ഇവൾ പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു പുറജാതിക്കാരി അക്കാലത്ത് ഈ യേശുവിനെ, യഹൂദനായ യേശുവിനെ കർത്താവേ, ദാവീദ് പുത്ര എന്ന് വിളിച്ചത് കൊണ്ടൊന്നും അവൾക്കൊരു പുറജാതിക്ക് യഹൂദനായ യേശുവിന്റെ അടുക്കൽ ചെന്നെത്താൻ സാധിക്കാത്ത വിധം കാലമാണത്. യേശു ഇവിടെ നിശബ്ദനായിരിക്കുകയാണ്. യേശു ഒന്നും പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവളുടെ ഈ ഹൃദയം പൊട്ടുന്ന നിലവിളിയിൽ യേശു നിശബ്ദനായിരുന്നത്? ഇവിടെ ഒരു പുറജാതിക്കാരി ആയതുകൊണ്ടാണോ? അല്ലേ, അല്ല. യേശുവിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. എന്നിൽ എന്തുമാത്രം വിശ്വാസം ഇവർക്കുണ്ടെന്ന് അവളെ പരീക്ഷിക്കുകയാണ് യേശു. ഈ കനാനി സ്ത്രീയുടെ മുമ്പിൽ ഇപ്പോൾ ഒരു നിശബ്ദതയുടെ മതിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ നിശബ്ദതയുടെ മതിൽ ഈ കനാനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതവൾക്ക് യേശുവിൽ നിന്നും മറുപടി കിട്ടാത്ത അവസ്ഥയാണ്. അവളുടെ മകൾക്ക് രോഗത്തിന് സൗഖ്യം കിട്ടാത്ത അവസ്ഥയാണ്. എങ്കിലും ഇവൾ തളർന്നില്ല. ഇവൾ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. കാരണം ഇവൾക്ക് യേശുവിൽ പ്രതീക്ഷയുണ്ട്, ഇവൾക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനും ദൈവത്തിൽ നിന്നൊരു നിശബ്ദതയെ നേരിട്ടിട്ടുണ്ട്. ഇസഹാക്കിനെ യാത്ര കഴിക്കാൻ മോറിയ മലയിലോട്ടുള്ള യാത്രയാണ്, ഒരു വൃദ്ധന്റെ യാത്രയാണ്. കൂടെ ബാല്യക്കാരുണ്ട്, കഴുതകളുണ്ട്, ഇസഹാക്കുണ്ട്. ഒന്നാം ദിവസമായി
അബ്രഹാം പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, മുട്ടുമടക്കി. പക്ഷെ ദൈവം നിശബ്ദനായിരുന്നു. രണ്ടാം ദിവസം അതുപോലെ തന്നെ. മൂന്നാം ദിവസമാണ് ദൈവം അബ്രഹാമിനെ ഇത് കാണിക്കുന്നത്. യാഗസ്ഥലം കാണിക്കുന്നത് മൂന്നാം ദിവസമാണ്. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ നിശബ്ദനായിരുന്നത്? ഈ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു. ഈ അബ്രഹാം യാഗത്തിൽ നിന്നും പിന്തിരിയുമോ എന്നാണ്. എന്നാൽ ദൈവത്തിന് മനസ്സിലായി ഈ അബ്രഹാമിന് 300 ദിവസങ്ങൾ കൊടുത്താലും ഈ യാഗത്തിൽ നിന്ന് അബ്രഹാം പിന്മാറുകയില്ലെന്ന്. അബ്രഹാമിന് ഒന്ന് അറിയാമായിരുന്നു, എന്താ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവനെന്റെ ഉപനിധി എന്നാണ്. അതുകൊണ്ട് വഴിയിൽ വെച്ച് മടങ്ങിപ്പോകാൻ അബ്രഹാം തീരുമാനിച്ചില്ല. ആ ദൈവവിശ്വാസത്തിൽ തന്നെ അബ്രഹാം മുന്നോട്ട് യാത്ര തുടർന്നു. ഇവിടെ ഈ കനാനി സ്ത്രീയും യേശുവിന്റെ നിശബ്ദതയിലും അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതെ, വിശ്വാസം കനാനി സ്ത്രീയെ മുന്നോട്ട് നയിച്ചു. ഈ നിശബ്ദതയും അവളുടെ നിലവിളിയും ഒക്കെ കണ്ട ശിഷ്യന്മാർ പറയുകയാണ്, യേശുവെ അവളെ പറഞ്ഞേക്കുക, അവളെ വിട്ടയക്കുക. വിട്ടയക്കൂ എന്നാണ് ശിഷ്യന്മാരുടെ വാക്ക്. പറഞ്ഞയക്കൂ എന്ന ശിഷ്യന്മാരുടെ വാക്ക് ഈ ലോകത്തിന്റെ വാക്കാണ്. അത് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ്. ഈ ലോകം ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയും, എന്റെ പരിധിക്ക് പുറത്തുള്ളവനെ ഒഴിവാക്കണം, എന്റെ കൂട്ടത്തിൽ കൂട്ടാത്തവനെ ഒഴിച്ചു നിർത്തണം, എന്നെ ശല്യം ചെയ്യുന്നവനെ മാറ്റി നിർത്തണം. ഇത് ലോകത്തിന്റെ കാഴ്ചപ്പാടാണ്. ലോകത്തിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാകുമ്പോൾ യേശുവിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയല്ല. യേശു ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തനാണ്. യേശു തന്റെ നിശബ്ദതയിൽ ഈ കനാനി സ്ത്രീയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഹൃദയ നിരൂപണങ്ങളെ ആരാഞ്ഞറിയുകയാണ്. കാരണം സകലരെയും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ ആർദ്രമായ സ്നേഹം, ആ സകലരെയും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ ആർദ്രമായ സ്നേഹത്തിന്റെ വിളിയുടെ മാറ്റിനി യേശുവിന്റെ നിശബ്ദതയിൽ പോലും ആ കനാനി സ്ത്രീയുടെ കാതുകളിൽ വന്നും വലയടിക്കുന്നുണ്ട്. തുടർന്ന് യേശു തന്റെ ദൗത്യമാണ് അവളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്റെ ദൗത്യം ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലാണ്. എന്റെ ദൗത്യം ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലാണ്. യേശു പറഞ്ഞതിന്റെ ഉദ്ദേശം തന്റെ ദൗത്യം പുറജാതികൾക്ക് വേണ്ടിയല്ല, ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. ആ ഉടമ്പടി കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് എന്റെ ദൗത്യം. യേശുവിന്റെ ദൗത്യം കേട്ടപ്പോൾ കനാനി സ്ത്രീക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. താൻ ഒഴിവാക്കപ്പെടുകയാണ്, താൻ തള്ളപ്പെടുകയാണ്. മാത്രമല്ല, താൻ ആ ഉടമ്പടി സമൂഹത്തിൽ ഉള്ളവളല്ലാത്തത് കൊണ്ട് തനിക്ക് ഒരു അവകാശവുമില്ലെന്ന്. എന്താണ് ദൈവത്തിന് ഇസ്രായേൽ മക്കളുമായുള്ള ഈ ഉടമ്പടി ബന്ധം, ഈ സ്നേഹ ബന്ധം? പുറപ്പാട് 19:5-6 പറയുന്നു, ഇസ്രായേൽ മക്കൾ സകല ജാതികളിലും വെച്ച് എന്റെ സ്വന്തം ജനമാണ്. കനാനി സ്ത്രീക്ക് മനസ്സിലായി, താൻ ഒരു പുറജാതി ആയതുകൊണ്ട് ഈ ഉടമ്പടി ബന്ധത്തിൽ താൻ പെടുന്നില്ല. എങ്കിലും അവൾ യേശുവിനോട് ഒരു കോപവും കാണിച്ചില്ല. അവൾ ഒരു അവകാശവാദവും ഉന്നയിച്ചില്ല. പകരം അവൾ വീണ്ടും കരുണയ്ക്കായി യാചിക്കുകയാണ്. എന്താണ് അവളുടെ കരുണ? അവൾ പറയുന്നു, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അവൾ നമസ്കരിച്ചു. ഇവിടെ ഓർക്കുക, ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിലും അവൾ കർത്താവിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കർത്താവേ, ദാവീദ് പുത്ര എന്നാണ്. അവൾക്ക് ഒരു നിശബ്ദതയുടെ അവസ്ഥ നേരിട്ടു, പിന്നെ അവൾക്ക് ഒരു ഒഴിവാക്കലിന്റെ അവസ്ഥ നേരിട്ടു. ഇവിടെ ഒന്നും അവൾ കളന്നുപോയില്ല. കാരണം ഈ യേശുവിൽ അവൾക്ക് പ്രതീക്ഷയുണ്ട്, ഈ യേശുവിൽ അവൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവൾ തളരാതെ നിൽക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് അവളുടെ മകളുടെ ഭീകരമായ രോഗാവസ്ഥയെ കാരണം അവൾ ഭയപ്പെടുന്നുണ്ട്. അവൾ വേദനപ്പെടുന്നത് തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ്.
തന്നെ ഒഴിവാക്കി എന്നുള്ള സങ്കടമാണ് അവൾക്കിപ്പോൾ. ഒരു ഒഴിവാക്കലിന്റെ മതിലാണ് അവളുടെ മുമ്പിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായി യേശു തന്നെ ഒഴിവാക്കുവാണെന്ന്. ഓർക്കുക, ഒഴിവാക്കപ്പെട്ടതിന്റെ കാഴ്ചപ്പാട് വേദനാജനകമാണ്. ആ ഒഴിവാക്കപ്പെടുന്നത് അനുഭവിച്ചൊക്കെ മനസ്സിലാവുകയുള്ളൂ. എന്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ചെല്ലുമ്പോൾ എന്റെ മുമ്പിൽ ആ വീടിന്റെ കഥവ് കൊട്ടിയടയ്ക്കുന്ന സമയം ഞാൻ സംസാരിക്കുമ്പോൾ ആരും എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥ. എന്റെ ഭവനമെന്ന് പറഞ്ഞ് ഞാൻ അഭിമാനത്തോടെ ജീവിക്കുമ്പോൾ അത് നിന്റെ ഭവനമല്ല എന്ന് എന്നെ തിരിച്ചറിയിപ്പിക്കുന്ന നിമിഷങ്ങൾ. ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടവരുടെ വേദനകളാണ്. ഒഴിവാക്കപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകൾ വേദനാജനകം തന്നെയാണ്. ഇവിടെ ഇതാ ഈ കനാനി സ്ത്രീയും യേശു തന്നെ ഒഴിവാക്കിയവർക്ക് തന്റെ മുമ്പിൽ യേശുവിന്റെ മുമ്പിൽ കൗണ്ട് വീണ് അവരെ നമസ്കരിക്കുകയാണ് ചെയ്തത്. അവരെ നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവരൊരു പുറജാതി എന്ന നിലയിൽ അവൾക്കറിയാം ഇവൾക്ക് യേശുവിൽ നിന്നും യാതൊരു കരുണയ്ക്കും അർഹതയില്ലെന്ന്. അതുകൊണ്ട് അവൾ ഇപ്പോൾ അവൾ ഏറ്റവും നികൃഷ്ടമായ ഒരു സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടാവിന്റെ മുമ്പിൽ അവൾ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. ഓർക്കുക, ഇവിടെ മകളല്ല വന്നത്, അമ്മയാണ് യേശുവിന്റെ അടുത്ത് വന്നത്. മകൾ പ്രാർത്ഥിച്ചില്ല, അമ്മയാണ് മുട്ടുമടക്കിയത്. കനാനി സ്ത്രീ ഒരു അമ്മയാണ്. ഇപ്പോൾ ഇതാ കർത്താവിനും മകൾക്കുമിടയിൽ ഈ അമ്മ മധ്യസ്ഥ നിൽക്കുവാണ്. മകൾക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്ന ഒരമ്മ. കനാനി സ്ത്രീ മധ്യസ്ഥ നിൽക്കുവാണ് മക്കൾക്ക് വേണ്ടി. മകൾക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്ന ഒരമ്മ. ഇവരുടെ ഈ മധ്യസ്ഥത യേശു ഉപമയാണ് അവളോട് പറയുന്നത്. ഒരു ഉപമ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന്. യേശുവിന്റെ ഉപമ ഇച്ചിരി ക്രൂരമായി പോയില്ലേ എന്ന് നമുക്ക് തോന്നുന്നില്ലേ? ഒരു കരുണയ്ക്കായിട്ട് യാചിക്കുമ്പോൾ പറയുന്നു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക്. ഈ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കുടുംബമായ ഇസ്രായേൽ മക്കളെയാണ്. അപ്പം അത് ദൈവകൃപയാണ്, അത് ഉടമ്പടിയുടെ അനുഗ്രഹമാണ്. യേശു ഇവിടെ പറഞ്ഞത് മക്കളുടെ അപ്പം എന്നാണ്. അതായത് ദൈവകൃപ ആദ്യം അനുഭവിക്കേണ്ടത് ഇസ്രായേൽ മക്കളാണ്, പുറജാതിക്കാരിയായ സ്ത്രീയല്ല. കനാനി സ്ത്രീ വീണ്ടും അപമാനിതയാകുകയാണ്. താൻ ആ ഉടമ്പടി കുടുംബത്തിൽ ഉള്ളവളല്ല എന്ന് ഓർത്ത് അവൾ വീണ്ടും അപമാനിതയായി. എങ്കിലും യേശുവിനോട് വിശ്വാസം അവൾ വിടാഞ്ഞതുകൊണ്ട് യേശുവിന്റെ ഉപമയ്ക്ക് മറുപടിയായി അവൾ പറഞ്ഞത് ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ ഇടവരുടെ അപ്പനുറുപ്പുകൾ തിന്നുന്നുവല്ലോ. ഈ ചെറുനായ്ക്കളെന്ന് അവൾ ഉദ്ദേശിച്ചത് അവളുടെ വിനയഭാവമാണ്. മേശ ഉടമ്പടി കുടുംബത്തെ സൂചിപ്പിക്കുന്നു. മേശ സാധാരണയായി നമ്മളിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്. എങ്കിലും ഇതൊരു ഭക്ഷണ മേശയല്ല, ഇതൊരു ആത്മീയ പ്രതീകമാണ്. അപ്പം അത് ദൈവകൃപയാണ്. മേശയിൽ അപ്പമുണ്ട്, ഇത് ദൈവകൃപയാണ്. അപ്പം അത് ഉടമ്പടിയുടെ അനുഗ്രഹമാണ്. ഈ കനാനി സ്ത്രീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവേ, എനിക്ക് മനസ്സിലായി ഞാൻ നിന്റെ മേശമേൽ ഇരിക്കേണ്ട മകളല്ല എന്നാണ്. എങ്കിലും ഞാൻ നിന്റെ വീടിനകത്ത് തന്നെയാണ്, നിന്റെ മേശയ്ക്ക് അകലെയല്ല. അതുകൊണ്ട് നിന്റെ മേശയുടെ അടിയിലെങ്കിലും തുടരാൻ എന്നെ അനുവദിക്കണം. ഇവൾ വ്യക്തമാക്കുന്നത് നിന്റെ മക്കൾ മേശമേൽ നിന്ന് ഭക്ഷിച്ച് ശേഷിപ്പിച്ച താഴെ വീഴുന്ന അപ്പത്തിന്റെ ഒരു നുറുക്ക് മതി, എനിക്ക് ഒരു തുണ്ട് മതി. മക്കൾ ശേഷിക്കുന്ന ഒരു നുറുക്ക് മതി, എനിക്ക് ഒരു തുണ്ട് മതി. കാരണം നിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കണിക പോലും സമൃദ്ധമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു തുണ്ട് മതി. അത് സമൃദ്ധമാണെന്ന് എനിക്കറിയാം. നിന്റെ അപ്പം നുറുക്ക് പോലും സമൃദ്ധമാണ്. ഒരു തുണ്ട് മതി എന്ന കനാനി സ്ത്രീയുടെ വിശ്വാസത്തെ മാനിച്ച് യേശുവിന്റെ മകൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. ഓർക്കുക, ഒരു തുണ്ട് മതി എന്ന വിശ്വാസം. മുഴുവൻ മേശ കവിഞ്ഞൊഴുകി കൃപ
കാണുകയാണ്. അവകാശമില്ലാത്തവർ അവകാശത്തിനുള്ളിലായി. ഒഴിവാക്കപ്പെട്ടവരെന്ന പ്രഖ്യാപനം അവൾക്ക് മഹത്വത്തിന്റെ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ്. ഇവിടെ അവളുടെ മുമ്പിൽ, അവളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഉയർന്നു നിന്ന നിശബ്ദതയുടെ മതിൽ, ഒഴിവാക്കലിന്റെ മതിൽ, അപമാനത്തിന്റെ മതിൽ എല്ലാം കടന്നു. പിന്നെ നോക്കണം, ഇതൊന്നും അവളുടെ ഔദാര്യമൊന്നുമല്ല. പിന്നെന്താണ്? ഇതെല്ലാം വീണ്ടെടുക്കപ്പെട്ട മക്കളുടെ അവകാശമാണ്. ഇത് ദൈവനീതിയാണ്. അതെ, ഈ ദൈവനീതിയാണ് ഈ കനാനി സ്ത്രീ പ്രാവർത്തികമായത്. ഇന്ന് ഒരു വനിതാ ദിനം, മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ, ലോക സ്ത്രീകളെ ആദരിക്കുന്ന ദിനം. ഈ വനിതാ ദിനത്തിൽ ഈ പള്ളിയങ്കണത്തിലിരുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള, നമ്മൾ സ്ത്രീകൾ തിരഞ്ഞെടുത്തതല്ല. ദൈവവിശ്വാസം നമ്മുടെ ശക്തിയാണ്. ആ ദൈവവിശ്വാസത്തിൽ ഉറച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. മറ്റൊന്ന്, നമ്മുടെ ശബ്ദം വിലപ്പെട്ടതാണ്. അത് മൗനത്തിൽ മാഞ്ഞു പോകാനും കണ്ണീരിൽ പൊടിച്ചു പോകാനും ഉള്ളതല്ല. പിന്നെന്താണ്? നമ്മുടെ ശബ്ദം പ്രാർത്ഥനയായി ഉയരട്ടെ, അത് വിശ്വാസമായി മുഴങ്ങട്ടെ, അതങ്ങനെ പ്രത്യാശയായി മറ്റുള്ളവരുടെ മനസ്സുകളിൽ വെളിച്ചമായി മാറട്ടെ. ഓർക്കുക, ഒഴിവാക്കപ്പെട്ടവരുടെ ഒരു ചെറു നിലവിളി പോലും സ്വർഗ്ഗം കേൾക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ഒഴുകുന്ന കണ്ണുനീർ അത് വിലപ്പെട്ടതാണ്. അത് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. മക്കളുടെ ലോകത്തിന് സൗഖ്യമാണ്. കുടുംബത്തിന്റെ തലമുറയ്ക്ക് അത് വിടുതലാണ്. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നമ്മളും നമ്മുടെ ദൈവവും ഒറ്റയ്ക്കായിരിക്കണം. ഒറ്റയ്ക്ക് ദൈവത്തെ നേരിടണം. അബ്രഹാം ഒറ്റയ്ക്കാണ് ദൈവത്തെ നേരിട്ടത്. അബ്രഹാം ആരാധനയുടെ യാഗപണി നടക്കുമ്പോൾ അബ്രഹാം ഒറ്റയ്ക്കാണ്. ഇസഹാക്ക് സഹായിച്ചതൊന്നും ബൈബിളിലില്ല. അബ്രഹാം ഒറ്റയ്ക്ക് ദൈവത്തെ നേരിട്ടു. ആ ഒറ്റയ്ക്ക് നേരിട്ട സമയങ്ങൾ ദൈവത്തെ സ്നേഹം കൊണ്ട് വിരുപ്പ് മുട്ടിച്ച സമയങ്ങളാണ്. അബ്രഹാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതെ, അബ്രഹാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അബ്രഹാം മാനിക്കപ്പെട്ടു. ഇവിടെ ഈ കനാനി സ്ത്രീ യേശുവിനോട് ഒറ്റയ്ക്കാണ് സംസാരിച്ചത്. നമ്മൾക്ക് ദൈവത്തോട് ഒറ്റയ്ക്ക് സംസാരിക്കണം, ദൈവത്തെ ഒറ്റയ്ക്ക് നേരിടണം. ആ പ്രാർത്ഥന മുറിയിൽ നമ്മുടെ ദൈവവും മാത്രമായിരിക്കട്ടെ. ആ മുറിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ ചെയ്യണമേ എന്ന്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ഒരു വിധത്തിൽ ഒറ്റയ്ക്കാണ്. പലരും നമ്മുടെ കൂടെ ചെയ്യുന്നവരാണ്. തുടങ്ങിയപ്പോൾ കുറെ പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. യാത്ര തുടർന്ന് പോയപ്പോൾ കുറച്ചുപേരും കൂടെ കൂടി. എല്ലാവരും നമ്മളെ വിട്ടുപോകുമ്പോൾ ഓർക്കുക, നാളെ ഞാനും വിട്ടുപോകേണ്ടതാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷ യേശുവിലായിരിക്കണം. യേശുവാണ് നമ്മളോട് പറഞ്ഞത്, നിന്റെ ഉറ്റസഖിയെ ഞാൻ കൂടെ ഇരുന്നോളാമെന്നാണ്. യേശുവിലാണ് നമ്മുടെ പ്രതീക്ഷ. കനാനി സ്ത്രീയെ പോലെ നമ്മൾക്കും ഈ യേശുവിനെ കർത്താവായി, ദാവീദ് പുത്രനായി അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയും സമയം ക്ഷമയോടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും തിരുനാമത്തിൽ